നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ? ഞാൻ അച്യുതൻ. അച്യുതനോടൊപ്പം എൻ്റെ പുതിയൊരു തുടക്കത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് തിരുവോണം. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ അല്ലെങ്കിൽ വേണ്ട, എന്തായാലും നിങ്ങൾ കൂടെ വരുവാണല്ലോ. അപ്പം നമുക്ക് ഒരുമിച്ച് തന്നെ പോയി നോക്കാം. ആരോടൊപ്പം? അച്യുതനോടൊപ്പം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഒരാളിൻ്റെ പറഞ്ഞില്ലല്ലേ, ആ ആളിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആളാരണമെന്നല്ലേ? ഹിമാലയത്തിലൊരു കശ്മലനായി, 18-ാം പടിയിലെ ജോയ് സാറായി, മാലിക്കിലെ SP ഋഷഭായി, ഇനി ഇറങ്ങാനിരിക്കുന്ന ലാലേട്ടനോടൊപ്പം റാം എന്ന സിനിമയിലെ വിവേകായി, ലാലേട്ടനോടൊപ്പം ജിത്തു ജോസഫ് സാറിൻ്റെയും അടുത്ത സിനിമയായ 12th മാനിൽ വളരെ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ, നിങ്ങളുടെ സ്വന്തം ചന്തുനാഥ്. ഞങ്ങളുടെ ചന്തു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. അവൻ്റെ അടുക്ക് ഇവിടെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് പാടോ എന്തോ, നമുക്ക് നോക്കി നോക്കാം. അവനെവിടെ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറഞ്ഞേ. അച്ഛ എവിടെ? അളിയാടാ. അമ്മ അച്ഛ വന്നിട്ടുണ്ടേ. ആന്റി ഉണ്ടോടാ? ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് ചന്തുവിന്റെ കുടുംബമാണ്. ചന്തുവിന്റെ വൈഫ് സ്വാതി, അച്ഛൻ ഗോപിനാഥ് അങ്കിൾ, അമ്മ ജയശ്രീ ആന്റി. നമുക്ക് അവരോട് തന്നെ അവരുടെ ഓണവിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആന്റി, അവന്റെ കൊച്ചുണ്ട്. ഇതാണ്, മറന്നു പോയതല്ല, നീലൻ. നീലനാണോ നന്നനാണോ? അതറിയത്തില്ല. അവന്റെ പേര് നീലൻ എന്നാണെങ്കിലും അവനെ തന്നെ വിളിക്കുന്നത് നന്നൻ എന്നാണ്. അപ്പൊ നന്ന പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ക്യാമറ നോക്കി ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്തുവിന്റെ കുടുംബം. ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ആന്റി വിശേഷങ്ങൾ, ഓണവിശേഷങ്ങൾ എന്തൊക്കെയായി? ആദ്യമായിട്ട് അതിനു മുന്നേ ആന്റി കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി വിഭാഗം ഹെഡാണ് ഇപ്പോ അല്ലേ? അയ്യോ അല്ല, ഹിന്ദി വിഭാഗം പ്രൊഫസറാണ് ആന്റി. അപ്പോ എന്തൊക്കെയുണ്ട് ആന്റി മൊത്തത്തിലുള്ള ഓണവിശേഷങ്ങൾ? ചന്തുവിന്റെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഓണവിശേഷം പ്രത്യേകിച്ചൊന്നും പറയാറായിട്ടില്ല. എന്നാലും ഓണം ആഘോഷിക്കണം. എല്ലാവരും കൂടെ, ചന്തു വീട്ടിലുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കണമെന്നുണ്ട്. ഓക്കെ. ആന്റിക്ക് ആന്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വർഷമായി ഇങ്ങനെ ഒന്ന് കൂടിയിട്ടൊക്കെ. ആന്റിക്ക് ഓർമ്മയുണ്ടോന്നുള്ള ഏറ്റവും അവസാനം നിനക്ക് ഓർമ്മയില്ലടാ, ഒരു +2 ഒക്കെ സമയത്തായിരുന്നു നമ്മുടെ കഥാപ്രസംഗവും കാര്യങ്ങളൊക്കെ വരുന്നിരുന്ന സമയത്ത് നമ്മൾ വന്നിരുന്നതും പ്രാക്ടീസ് ചെയ്തിരുന്നതൊക്കെ. ഈ വീടല്ല, അപ്പുറത്തെ വീടാണ്. അപ്പം ആ സമയത്ത് ആക്ച്വലി തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിരുന്നതും ഒക്കെ. അന്ന് അങ്കിളും കൂടെ ഉണ്ടായിരുന്നു. അങ്കിളിന് ഓർമ്മയുണ്ടോ ആ സംഭവങ്ങളെ? തലശ്ശേരി ട്രെയിനിൽ അവിടം വരെയും തൊണ്ട പാഴി കളഞ്ഞ് പാട്ടുപാടിയും കഥാപ്രസംഗം നല്ലപോലെ അവതരിപ്പിക്കണം, അതുകൊണ്ട് തൊണ്ട കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അവിടം വരെ പാടി. പാടിയൊരു വലിയ കൂട്ടത്തിലൊരു വലിയ കഥാപാത്രം കൂടെ ഉണ്ട്. കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. ആന്റി, എനിക്ക് ആന്റിയോടും അങ്കിളിനോടും ആദ്യം ചോദിക്കാൻ, പിന്നെ അതിന്റെ കൂടെ കൊച്ചുങ്ങളോടൊപ്പം കളിക്കുന്ന ഒരു ഗോപൻ സാറോ ഒരു അധ്യാപകനോടുണ്ടായിരുന്നു. ഇനി
അതെ, ഇനി വരാൻ പോകുന്ന ഒരു വലിയ സംഭവത്തിൽ നമുക്ക് ഗോവൻ സാറിനെ ശരിക്കും നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗോവൻ സാറിനെ മനസ്സിലാവും. എനിക്ക് ആൻറ്റിയോടും അങ്ങളോടും ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ ചന്തു അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ അടുത്തടുത്ത സിനിമകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ്റെ ഒരു കരിയർ മുന്നോട്ട് പോകുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ. ആൻറ്റി, എനിക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞിലേ മുതലേ അവൻ്റെ കൂടെ കളിച്ച് ഓടി നടന്ന് അങ്ങനെ ഓരോരോ പരിപാടികൾക്കൊക്കെ പോയിട്ട് ഉള്ള ഒരു ഇതിൽ ഒത്തിരി കഷ്ടപ്പെട്ടതിൻ്റെ ശരിക്കും ഫലമാണ് ഇന്നിപ്പോൾ അവന് കിട്ടുന്ന റിവാർഡ്സ് ഒക്കെ. അതിൽ ആൻറ്റിയുടെ അങ്കിളുടെയും പങ്ക് വളരെ വലുതാണ്. അത് നേരിട്ട് കണ്ട് പോയിട്ടുള്ളവർക്ക് അത് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിലൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വന്നതും എനിക്കും ഇതിനൊക്കെ എത്ര രാത്രി ആയാൽ പോലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ അങ്ങനെ നന്ന് ഫീഡ് ചെയ്ത് പ്രത്യേകിച്ച് അവൻ്റെ തൊണ്ട, കാരണം മോണോ ആക്ടിങ് കഥാപ്രസംഗവും കാര്യങ്ങളും ഒക്കെയാണ് ലളിയ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആൻറ്റി ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? പറഞ്ഞോ. ഇപ്പൊ സന്തോഷം എന്ന് വെച്ചാൽ കലാപരമായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ കലാപരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. 3.5 വയസ്സിൽ അവർ LKG ആക്കുന്നത് ഡെയിൽവി സ്കൂളിൽ, കാട്ടാക്കട ഡെയിൽവി സ്കൂളിൽ. എനിക്കൊന്ന് 4 വയസ്സായപ്പോഴാണെന്ന് തോന്നുന്നു അവൻ ആദ്യമായി സ്റ്റേജിൽ കയറുന്നത് തന്നെ. അത് അല്ല, കവിത ചൊല്ലിക്കൊണ്ടാണ് സ്റ്റേജിൽ കയറുന്നത്. 4 വയസ്സുള്ളപ്പോഴേക്കാണ്. അത് വയലാറിൻ്റെ ആത്മാവിലൊരു ചിത എന്ന കവിതയുടെ 16 വരി അവൻ ആദ്യം സ്റ്റേജിൽ മൈക്കിൽ കൂടെ അവതരിപ്പിച്ച് അക്ഷരസ്ഫുടതയോട് ചൊല്ലി അന്ന് 1ാം സ്ഥാനം ലഭിച്ചു. അവിടുന്ന് അവൻ തുടങ്ങുന്നത്. അതിനുശേഷം അച്ഛൻ പറയും ബാക്കിയൊക്കെ. പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഈ കവിത ചൊല്ലാൻ താല്പര്യമുണ്ടെന്ന് നമുക്ക് തോന്നിയപ്പം കവിത നല്ലപോലെ ചൊല്ലിക്കുന്ന ഒരു അധ്യാപനെ കൊണ്ട് കവിത പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് പാടാൻ താല്പര്യമുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴാണ്, താല്പര്യമുണ്ടെന്ന് തോന്നിയപ്പോൾ പാട്ട് സാറിനെയും കൊണ്ടത് പാട്ട് പഠിപ്പിച്ചു. അവൻ പാട്ട് പാടുന്നു താല്പര്യം തോന്നിയപ്പോൾ, അവന് താല്പര്യം ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ വന്നപ്പം. അത് എവിടൊക്കെ ആയെന്ന് അവനും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ മൃദംഗമാണ്. വെറുതെ താളം നല്ലപോലെ കൊട്ടുമായിരുന്നു മേശപ്പുറത്തൊക്കെ. അതുകൊണ്ട് തന്നെ വൈദ്യനാഥ സാറിൻ്റെ ഏറ്റവും നല്ല മൃദംഗവാദകനായിരുന്നു അയാൾ. അദ്ദേഹത്തെ കൊണ്ട് മൃദംഗവും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൽ അവന് കുട്ടിക്കാലത്ത് താല്പര്യമുണ്ട്, അതുകൊണ്ട് മോണോ ആക്ടിങ്ങിനുള്ളവയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വളർന്നപ്പം അഭിനയത്തിൽ താല്പര്യം ഉണ്ടായതുകൊണ്ട് പെർഫോമിംഗ് ആർട്സിലും അത് പഠിക്കണമെന്ന് ഞങ്ങളും കൂടെ നിർബന്ധിച്ചാണ് പോകുന്നത്. ഇതെല്ലാം ഞങ്ങൾ നിർബന്ധിക്കുമ്പോഴും അവന് ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉണ്ടായത് നമുക്കത് പുഷ്ടിപ്പെടുത്താനേ പറ്റത്തുള്ളൂ. ഒന്നുമില്ലാത്തവർ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല. പിന്നെ സിനിമ എന്ന് പറയുന്നതൊന്നും നമ്മുടെ ഒരു ആഗ്രഹമല്ലായിരുന്നു, അത് അവൻ്റെ പാഷൻ മാത്രമാണ്. ഈ സിനിമ ഞങ്ങളെ സംബന്ധിച്ചോളം സിനിമ ആസ്വദിക്കും, നല്ല സിനിമകൾ ആസ്വദിക്കും എന്നുള്ളത് കവിഞ്ഞ് അങ്ങനെ സിനിമയോടൊരു വലിയ പാഷനൊന്നും ഇല്ല. അവനതുണ്ട്, അവൻ ആ രംഗത്ത് ശോഭിക്കുമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അത് ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല, അത് അവൻ്റെ ഒരു പാഷനാണ്. അതിലവൻ നന്നായി പെർഫോം ചെയ്യുമെന്നാണ് തോന്നുന്നത്. നന്നായി ഇരട്ടെ. തീർച്ചയായിട്ടും. കാരണം അതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നീ ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ ചെയ്താലും ഇവിടെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന പ്രധാന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നിനക്ക് ഈ ശബ്ദം, ഇത്രയും ബോസുള്ള ശബ്ദം എവിടെ നിന്ന് കിട്ടി, നിനക്ക് ഈ രൂപ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ. നീ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ. അതിന് നീ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് അങ്കിളിന് തന്നെയാണ്, ഇല്ലേ? അങ്കിള് ഒരു പഴയ കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും പഴയ കലാകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം കഴിയണ്ടേ. ഞാനൊരു പുതിയ കലാകാരൻ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഇരിക്കുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നമ്മളിപ്പോൾ കൊടുക്കുന്ന പേരാണ് കൗണ്ടർ രാജ. കാരണം ഈ കൊച്ചിലെ മുതലേ ഇവന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെല്ലാം കണ്ടുവന്നിട്ടുള്ളത് ആ സെക്കൻഡ് സ്പോട്ടിൽ കൗണ്ടർ അടിച്ചിരിക്കും, അത് യാതൊരു സംശയമില്ല. ഈ അവസരത്തിലാണ് നമ്മുടെ ഈ കഥയിലേക്ക് ഒരു പ്രധാന ആളുടെ എൻട്രി. സ്വാതി, ചന്തുവിൻ്റെ വൈഫ്. എനിക്കൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, ബാക്കി കഥകളിലൊക്കെ നാട്ടുകാർക്ക് അറിയാം. നിങ്ങളിൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? നമ്മൾ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസിച്ചു. ഇല്ല, സത്യമായിട്ടും ഞാൻ ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഗുരു, അവിടത്തെ തിരുക്കഥകളൊക്കെ അറിയുന്ന എന്നോട് തന്നെ. അവളെ ഞാൻ നല്ല സുഹൃത്തുക്കളായതല്ലേ. അതെ, അത് ഗ്രാജുവലി അങ്ങനെ ഇതിലോട്ട് വന്നതാണ്. ഞങ്ങളങ്ങ് തീരുമാനിച്ചതാ, ലെറ്റ്സ് ഗോ ടുഗദർ. ഓക്കെ. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചു, അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാതിയും വർക്ക് ചെയ്യുമായിരുന്നു. തീർത്തും എന്താ പറയുക, വേറൊരു പ്രൊഫഷൻ, അവൻ്റെ കരിയറും പാഷനും ഒക്കെ ഇപ്പോൾ നിലവിൽ ഇതാണെന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ടായിരുന്ന ഒരു അധ്യാപകനായിട്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആളൊരു ഫുൾ ടൈം സിനിമയിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയാണത് അത് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് ആസ് എ കപ്പിൾ? ഞാനും ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട്, ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു വേവ് ലെങ്ത് എനിക്കും പിടികിട്ടുന്നുണ്ട്. അതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും ആസ് എ കപ്പിൾ ഒരു വലിയൊരു ബെനിഫിറ്റ്, ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ ശങ്കർ സാറും എപ്പോഴും പറയും, ബാക്കിയുള്ളവർ വൈഫ് പോലെ അല്ല, നിനക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവനെ, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് നമുക്ക് പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങൾ ലൈഫിൽ എല്ലാവർക്കും സംഭവിക്കുന്നു. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി തണലായി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ശരിക്കും നീ ഇപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് തന്നെ ഉണ്ടാവും. കാരണം സ്വാതി ശരിക്കും നീ താങ്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. എല്ലാ ദിവസവും താങ്ക് ഒന്നും ചെയ്യാറ്, എല്ലാ ദിവസവും സ്വാതി 3 നേരം അതല്ല, എൻ്റെ മനസ്സിലുണ്ടടാ. ഇല്ല, ചന്ദുനും എന്താ പറയാ, ഞാൻ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഹീസ് ഓൾസോ ഗിവിങ് മീ ബാക്ക്. അത് എൻ്റെ ഭാഗത്തുനിന്നും കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട്, അതും നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിലും അതെ, എല്ലാം കൂടെ ഒരു പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ അച്ഛനും അമ്മയും, അതാണ് അൾട്ടിമേറ്റ് സപ്പോർട്ട്. അമ്മയുടെ കാര്യം അല്ല, ആ ഒരു വീഡിയോ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ചെയ്ത മ്യൂസിക്കൽ സ്വാ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു അതെന്തായിരുന്നു അതിന്റെ പ്രൊജക്ട്? അത് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കവർ ചെയ്യണം. ബിക്കോസ് എല്ലാ മ്യൂസീഷ്യൻസും ബേസിക് ആരാണെങ്കിലും ഒന്ന് ചെയ്യുന്ന ഒരു ബേസിക് ഒരു കവറെങ്കിലും ചെയ്ത് കാണും അവരുടെ പ്രൊഫൈലിൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിഷമം ഞാൻ എപ്പോഴും ചന്ദുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ഈ കോവിഡ് ടൈമൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ സമയം കിട്ടിയപ്പം ചന്ദുവിനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് ചെയ്യാം നമുക്ക് എന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അത് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ സഹായിച്ചു ഒരുപാട് ആ പരിപാടി ആ പ്രോഡക്റ്റ് അങ്ങനെ ആക്കി കൊണ്ടുവരാം. അപ്പം ഇപ്പോൾ രവിചേട്ടനുണ്ട്, വിനേഷ്, മുരളി, പിന്നെ ക്യാമറ ചെയ്ത പിള്ളേർ, അപ്പോൾ അവരെല്ലാവരും അതങ്ങ് ഇതായി. പിന്നെ അത് നമ്മൾ നല്ല രീതിയിൽ വൈറലായി. അത് നമ്മൾ ഒന്ന് വാക്കുപോലും പറയാതെ ലാലേട്ടൻ ഉൾപ്പെടെ അത് ഷെയർ ചെയ്ത് ചെയ്തു, ഒരു ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ. അയ്യോ സോറി, ഞാൻ ചോദിച്ചില്ല കുഞ്ഞിന്റെ വിശേഷങ്ങൾ പറയൂ. കുഞ്ഞിപ്പോൾ കരഞ്ഞിട്ട് പോയോണ്ടല്ലോ. അവൻ ഇവിടെ കിടന്ന് കുറെ പ്രശ്നങ്ങളായതുകൊണ്ട് അവന് ആന്റി എടുത്തോണ്ട് കൊണ്ടു. അവനിങ്ങനെ ഒരിടത്ത് ഇങ്ങനെ നീ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, അവന് കുറച്ചു നേരം അവനിപ്പോൾ ഇങ്ങനെ നടക്കണം, ഇരിക്കില്ല. ഇപ്പൊ എന്തായാലും നീലിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണല്ലോ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാതി ആണെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിലും കാര്യങ്ങളിലൊക്കെ പാടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മുമ്പാണ്, എന്നാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാട്ട്, ഒരു 2 വരി. നമ്മൾ ഈയിടെ ഞങ്ങൾ കൂടെ പാടി മാലിക്കിലെ ഒരു സോങ്, അത് പാടാം. ചന്തു ലാസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി ഇൻസ്റ്റാ അറിയും. അല്ല, ഇത് മഹേഷ് നാരായൺ സാറ് കേട്ടില്ലേ? നീലിന്റെ വിശേഷങ്ങൾ എന്താണ്? അവനിപ്പോ എന്തായി? എത്ര വയസ്സായി അവന്? 2.5 വയസ്സാവാറായി. അവന്റെ കാര്യങ്ങൾ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. അവന്റെ വിശേഷം നീലിന്റെ വിശേഷം നീ ഇപ്പൊ കണ്ടില്ലടാ. അവൻ അവന്റെ ഡൈപ്പി ഊരും, ഇതൊക്കെ തന്നെ അവന്റെ വിശേഷം. അല്ല, സുഖമായിട്ട് പോകുന്നതാ. കോവിഡ് വന്നു അവന്, കോവിഡ് അവന് വന്നു, അച്ഛനും അമ്മയ്ക്ക് വന്നു, സ്വാതിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നു. അപ്പം നമ്മളൊന്ന് പേടിച്ചു. പക്ഷെ ചെറുക്കൻ ചില്ലായതുകൊണ്ട് അവന് ചേട്ടൻ റിക്കവറായൊക്കെ വന്നു.
അച്ഛനൊക്കെ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ചെറിയ ഹെഡേക്കും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം സെറ്റായി. ഇപ്പം എനിക്ക് ഇതുവരെ അച്ഛൻ കോവിഡ് എന്നെ അങ്ങോട്ട് ഇത് ചെയ്തു. വരൂലടാ, വരൂല, അങ്ങനെയൊന്നും വരൂല. ഇല്ല, നിങ്ങൾ വിചാരിക്കേണ്ട അവന് കോവിഡ് വരും, അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ 5-6 വർഷം കൂടെ കിടന്നവനാണ്, എനിക്കറിയാം അവന് വരൂല. അളിയാ സെറ്റാണേ. അപ്പോൾ എന്തായാലും സ്വാതി ഇപ്പോൾ നിന്നോട് കൂടെ ഉണ്ട് ചന്തു. നേരത്തെ അങ്കിളും ആൻറ്റിയും ഒക്കെ പറഞ്ഞതുമാതിരി അവരൊരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആക്ച്വലി അങ്കിൾ പറഞ്ഞ് നിർത്തിയത് സിനിമ അവൻ്റെ ഒരു ആക്ച്വലി ആങ്കിളിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിരുന്നില്ല, അവൻ്റെ പാഷനായിട്ട് സിനിമയിലെത്തി എന്നുള്ളതായിരുന്നു. ഇനി മുന്നോട്ട് എന്താണ് ചന്തുവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കാണുന്നത്? ഈ അവൻ്റെ 1-2 സിനിമകൾ ഞാൻ കണ്ടു, 2-3 സിനിമകൾ കണ്ടു. അപ്പം ഞാനൊരു ഈ സിനിമ ആസ്വാദകനാണ്, നല്ല ആസ്വാദകനാണ്. അതിൽ നിന്ന് അവൻ നന്നായിട്ട് അഭിനയിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫീൽഡിൽ നിന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകളും ഒക്കെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് അവൻ ശോഭിക്കുമായിരിക്കാം, ശോഭിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവനൊരു അധ്യാപകനായിരുന്നു, ക്രൈസ്റ്റ് കോളേജിലും പിന്നെ ഈ ഇൻ്റർനാഷണൽ സ്കൂളിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിക്കുന്ന കാലത്തും നല്ലൊരു അധ്യാപകനായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രംഗത്ത് അഥവാ തക്കച്ച് പിടിക്കാതെ പോയാലും പിള്ളേരെ പഠിപ്പിച്ചെങ്കിലും ജീവിക്കുമായിരിക്കും. അതുകൊണ്ട് അവനെപ്പറ്റി നിരാശയൊന്നുമില്ല. അതൊന്നുമില്ല, വി ആർ കൂൾ. അല്ല, അതാണ് എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ പറഞ്ഞിട്ട് വന്നത്. എൻ്റെ ആ സമയത്ത് സിനിമാ മോഹമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം ഒരു ജോലിക്കുള്ള സാധ്യത ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് സിനിമയിലോട്ട് പോകും. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത്. ഇപ്പം ഞാൻ ഗ്രൂം ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് എൻ്റെ അടുത്ത് ചേട്ടാ എങ്ങനെയാണ് എനിക്ക് സിനിമയിൽ. ഞാനത് ആക്ച്വലി ചോദിക്കാൻ വരുമായിരുന്നു. ശരിക്കും ഞാൻ ഇങ്ങനെ ചോദിച്ചത് തന്നെ എൻ്റെ ഒരു കാരണവും ഒരുപാട് പേര് സിനിമാ മോഹമായിട്ട് വരുന്നുണ്ട്, സിനിമ എന്ന് മാത്രം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ആക്ച്വലി ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ആയാലും പറയും എന്തെങ്കിലും നമുക്കൊന്ന് ആക്ച്വലി മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ അവർ ഒരു എഞ്ചിനീയറിംഗ് ഇയാൾ പോയി എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു കാരണം എനിക്ക് അങ്ങനെ ഒരു കേക്ക് വാക്ക് ആവാൻ വേണ്ടി എൻ്റെ ബാക്ക്ഡ്രോപ്പിൽ സിനിമാക്കാരൊന്നുമില്ല. അപ്പോൾ ഇവനെ ഞാൻ നാളെ ഇവൻ സിനിമാക്കാരനായിട്ട് വളർത്തുന്ന ഒരു സ്പൂൺ എൻ്റെ വായിലില്ല. അപ്പം അത് ഒരു ബാക്കപ്പ് ഉണ്ടാവണം എപ്പോഴും. എന്നിട്ട് ഇതൊരു വോബ്ലി ഫീൽഡാണ്. സക്സസ് ആയാൽ ഞാൻ ഇപ്പം എൻ്റെ പാഷനേ സിനിമയാണ്. അപ്പം എൻ്റെ അച്ഛനോ അമ്മയോ വൈഫോ ഒന്നും അങ്ങനെ എതിര് നിൽക്കുന്നില്ല, പരിപാടി ഉണ്ടായിട്ടില്ല. ദേ വർ റിയലി കൺസേൺഡ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. എന്താ പറയുക, കലാപരമായിട്ട് മാത്രമല്ല അവർ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടും ജീവിതത്തിൽ ഏതായത് സാധ്യതകളുണ്ട്, ഈ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമയെ സ്നേഹിക്കുന്നതെന്നും അടുത്ത കുടുംബത്തിനോടുള്ള അവൻ്റെ അറ്റാച്ച്മെൻറ്റും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ അവനിൽ ആ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അവരിൽ മാത്രമല്ല സ്വാതിയിലും ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഇവർ രണ്ടുപേരെയും വിശ്വാസം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നിരാശയില്ല. പിന്നെ ഞങ്ങൾ രക്ഷകർത്താക്കൾ എന്ന രീതിയിലുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവന് എഞ്ചിനീയറിങ്ങിന് താല്പര്യമില്ല. നിങ്ങളൊക്കെ പഠിച്ചു വന്ന സമയത്ത് എഞ്ചിനീയറിങ്ങിന് ഒരുപാട് മോഹിപ്പിക്കുന്ന ഒരു കോഴ്സായിരുന്നു എഞ്ചിനീയറിങ്. പക്ഷേ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവന് എഞ്ചിനീയറിംഗ് എന്നുള്ള സാധനം തലയിൽ രജിസ്റ്റർ ചെയ്യത്തില്ല, അവന് ലിറ്ററേച്ചർ. എനിക്ക് ഒബ്ജക്റ്റീവായിട്ടുള്ള പരിപാടിയിൽ പറ്റില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ രാവിലെ 4 രൂപയ്ക്കൊക്കെ എണീച്ച് ഓർമ്മയുണ്ടോ, ട്യൂഷൻസ് അന്നൊക്കെ ട്യൂഷൻസ് ഭയങ്കരമായിട്ടുള്ള സമയമാണ്. ചോദിക്കുക അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ പോകാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം അച്ഛൻ ഈ രാവിലെ ബൈക്കൊക്കെ ഓടിച്ച് എന്നെ കൊണ്ടുപോകും എത്രയോ സാറന്മാരെടുത്ത്. രഞ്ജിത്ത് സാറുണ്ടായിട്ട് നമുക്കത് രസകരമായിട്ട് പോയേക്കില്ല. പക്ഷെ പലയിടത്തും ഞാൻ പോയിട്ട് ഇത് എന്തോന്ന് പോലും പിടികിട്ടാതെയൊക്കെ ഇരുന്ന് എനിക്കെപ്പോഴും ഹിസ്റ്ററി, ഈ ലിറ്ററേച്ചർ, മലയാളം, ജിയോഗ്രഫി, ബയോളജി, ഇപ്പം കുറച്ചും കൂടെ നമുക്ക് ലൈഫുമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അച്ഛൻ അതിനോട് വേറൊരു കാര്യം അറിയാമോ, ഇവ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് കവിത എഴുതുമായിരുന്നു. 100ഓളം കവിതകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അത് ട്രോള് വരുവേ, അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ മെഡോണയ്ക്ക് വരുന്ന പോലെ ഞങ്ങളുടെ മറുപടി പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി അതൊരു കവിത എഴുതുമായിരുന്നു. ആന്റി എന്താ പറയാമെന്നുള്ളത് എൻ്റെ ഇടയ്ക്ക് അത് അച്ചു നേരത്തെ പറഞ്ഞില്ലേ രക്ഷകർത്താക്കൾക്കുള്ള ഉത്കണ്ഠയെക്കുറിച്ചൊക്കെ. കുട്ടികൾ വളർന്നു വരുമ്പോഴേക്ക് സിനിമ എന്ന രംഗത്തേക്ക് എങ്ങനെയാണ്, സാധാരണ എല്ലാ രക്ഷകർത്താക്കൾക്കും ഉത്കണ്ഠയുണ്ട്, ഞങ്ങൾക്കും ആ ഉത്കണ്ഠ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്കാലം മുതലേ തന്നെ അവൻ്റെ കലാപരമായ താല്പര്യവും മാത്രമല്ല അവന് വായനയോടും എഴുത്തിനോടും താല്പര്യമുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ കണ്ടാൽ ഒരു കവിത എഴുതുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 10-20 കവിത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. അത് കാട്ടാക്കട മുരുകൻ സാറ് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. സാറ് സൂചിപ്പിച്ചിട്ടുണ്ട് ചന്തുവിന് കവിത എഴുതാൻ താല്പര്യമുണ്ട്, കവിത എഴുതാൻ താല്പര്യമുണ്ട്, ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചന്തു പിന്നെ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോവുകയും തുടർന്ന് നാടക പ്രവർത്തനവും നാടക സംവിധാനവും പിന്നെ സിനിമയിലേക്ക്, അതറിയാമല്ലോ,
സിനിമയിലേക്കുള്ള വരവൊക്കെ വരും. ഞാൻ പറഞ്ഞു വന്നത് അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു നിരാശയില്ല. എല്ലാവരും എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ചന്ത് PG കഴിഞ്ഞോ, MPhil PhD ഒക്കെ തുടർന്ന് പഠിക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹം. ഈ ടീച്ചേഴ്സിൻ്റെ ഇവരുടെ അമ്മയ്ക്ക് സുഹൃത്ത് മൊത്തം അതായുണ്ട്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൊച്ചു ജനിക്കുന്നു, ഡിഗ്രി, മാസ്റ്റേഴ്സ്, PhD, ടീച്ചർ. ഇവരൊരു കുടുംബം മൊത്തത്തോട് ഒരു ഫാമിലി അങ്ങ് ടീച്ചേഴ്സ് ആവണം എന്നുള്ള അമ്മയ്ക്ക് അങ്ങനത്തെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഓരോ പടം ഇറങ്ങിയാലും PhD എന്തായി, ഇതൊന്നും അത്ര പോരാ, PhD എന്താ അത് പറ. എൻ്റെ ഒരു അമ്മയുടെ അമ്മ തീരെ ഇപ്പം മാറി കേട്ടോ. ഇപ്പം മക്കളെ അടുത്ത പടം ഏതാടാ, എന്തുകൂടെ അടുത്ത പടം. പണ്ട് അമ്മയുടെ അമ്മ എന്തുവായി PhD ഒന്നും എടുക്കുന്നില്ലേ, എന്തു വലിയ എളുപ്പമുള്ള കാര്യം പോലെ. ഇപ്പം സ്വാതി PhD ചെയ്യുന്നുണ്ട്. ഇപ്പം സ്വാതി, ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, സ്വാതി നെറ്റ് ക്വാളിഫൈഡ് ആയത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് ജോലി വിട്ട് വന്നിട്ട് ഇവിടെ ഇതായി പോയാൽ അവൾക്ക് ജോലി വേണമല്ലോ. അപ്പം അത്ര കോമ്പൻസേറ്റിംഗ് ആണ് അവള്. നീ അത് ഏതോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ PhD എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഇപ്പം അമ്മ ഞാൻ ഇങ്ങനെയൊക്കെ പ്രൗഡാക്കുന്നതാണ് എൻ്റെ ഒരു. അച്ഛൻ വാസ് വെരി ഈസി ഗോയിങ്. അച്ഛൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ മാന്യമായി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ അച്ഛൻ എനിക്ക് തോന്നുന്നില്ല ക്വാളിറ്റിയുള്ള ജീവിതം, ഒരു ക്വാളിറ്റിയുള്ള ജീവിതം. പക്ഷേ നമുക്ക് എങ്ങനെ ഉദ്ദേശിച്ചത്, അത് സിനിമയായാലും ശരി, അത് സിനിമയായാലും അധ്യാപനമായാലും ക്ലാർക്കിൻ്റെ പണിയായാലും ക്വാളിറ്റിയുള്ള ജീവിതം, അതാണ്. അല്ല, അച്ഛൻ എല്ലാത്തിനും പറയുന്നുണ്ട്, സാധാരണ എല്ലാത്തിലും സാധ്യതകളുണ്ട്, ജീവിക്കാൻ സാധ്യതകൾ എല്ലാ രംഗത്തും ഉണ്ട്. സിനിമാ രംഗത്തും ആ സാധ്യതകൾ ഞങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. മാത്രമല്ല രണ്ടുപേരും ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. രണ്ടുപേരും ക്വാളിറ്റി നിലനിർത്തുന്ന. ഇപ്പോൾ സിനിമയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ പണ്ട് എല്ലാവരും ആക്ടിങ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി സിനിമയുടെ എല്ലാ വിഭാഗങ്ങളിലും ഒരുപാട് ആൾക്കാർ വന്ന് പോവുകയും അല്ലെങ്കിൽ വന്ന് കയറുകയും ഒരുപാട് ഓപ്പണിങ്സ് കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തി, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും സിനിമയിൽ വരാൻ എന്തുവാട്ടാ സിനിമയിൽ വന്ന് രക്ഷപ്പെടാൻ. ഞാൻ എല്ലായിടത്തും പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടെന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല. സെക്കൻഡ് ഓഫ് ഓൾ, ഒരു ജോലിയുടെ സാധ്യത നിങ്ങൾക്ക് ആർക്കും കൊണ്ടുവരാൻ, നിങ്ങളൊരു പ്രിൻസായിട്ട് കൊണ്ടുവരാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാക്കപ്പ് പ്ലാൻ പഠിച്ച് ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് നാളെ ഇതിന് വീണു പോയാലും ഒരു ജോലി ഉണ്ടാക്കാനുള്ള. അതല്ലാതെ അതർവൈസ് സിനിമ വിൽ ചൂസ് യു ഡോണ്ട് നീഡ് ടു ചൂസ് സിനിമ. ഇതാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, അവൾ പറഞ്ഞത് കേട്ടല്ലോ. കൊച്ചിൻ്റെ ഒന്നും നിനക്ക് കേൾക്കാനില്ല, മൊത്തം കരച്ചിലും. അപ്പോൾ അല്ല നീ ഇതൊക്കെ ഇനി അവൻ കരഞ്ഞു തുടങ്ങും. ഇനി അവൻ ഇപ്പോൾ രവിച്ചേട്ടൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വിശക്കും, അവന് ഇത് ആഹാരം വേണം, പ്രശ്നങ്ങളാണ്, ചവിട്ടി തൊഴിയായിരിക്കും. ഇപ്പം ഇനി എന്തോ ഒരു സർപ്രൈസ് എനിക്കുള്ളത്, വേഗം പറഞ്ഞു, വേഗം പോയോ. സർപ്രൈസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ചിട്ടല്ല. എന്തായാലും നിന്നെ ഇങ്ങനെ സർപ്രൈസിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സർപ്രൈസ് സെറ്റ് ചെയ്തേക്കുന്ന വേറൊരു ഇടത്ത്. അപ്പോൾ അവിടെ നമുക്ക് പോകണം. പക്ഷെ അങ്ങനെ പോകുന്നതിന് മുന്നേ നീ എന്നെ കണ്ടില്ലേ, വളരെ നല്ല ഈ കളർ എനിക്കൊന്ന് നോക്കി വെക്കണം. ഓണത്തനിമയുടെ കളർ കണ്ടു, നല്ല ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇല്ലേ, നല്ല ഐശ്വര്യമല്ലേ അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ഐശ്വര്യത്തോടു കൂടി നീ ഇങ്ങ് ഇറങ്ങണം, മനസ്സിലായോ? അപ്പോൾ ഇറങ്ങല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയല്ലേ എൻ്റെ പറ്റി പറയുള്ളൂ. ചേട്ടാ ഇപ്പൊ എങ്ങനെ വരും കേട്ടോ? ഒരു സമ്മാനപ്പെട കൊച്ചിനോടുത്ത സാധനമല്ലേ നമ്മൾ തിന്നോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നണ്ണ, അമ്പലം തുറന്ന് വരണ്ടേ അണ്ണ, ഇതുവരെ എത്തിയിട്ടില്ല. സമയമായി പോണ്ടേ? ഇറങ്ങിയ ചേട്ടാ ആക്ഷൻ. Flying is on. Ready. Okay. ഇങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകും. അതൊക്കെ വേണ്ടളിയാ. നല്ലൊരു ചേട്ടാ. അതെ.